വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളുടെ മൃതദേഹം എത്തിക്കുന്നത് വൈകും. ചൊവ്വാഴ്ചയ്ക്കുള്ളിൽ ഭൗതിക ശരീരം കേരളത്തിൽ എത്തിക്കാനാണ് ശ്രമമെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ശരത്ലാൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശരത്ത്, ഏറെ ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. എപ്പോഴാണ് ഇവരുടെ ഭൗതിക ശരീരം നാട്ടിലേക്ക് എത്തിക്കാനുള്ള മറ്റ് നടപടികൾ നടക്കുക? എംബസി നൽകുന്ന വിശദാംശങ്ങൾ എന്താണ്? ഗൗതം, കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, അതുപോലെ അദ്ദേഹത്തിന്റെ ഭാര്യ ലോനി തോമസ് ഇവരുടെ ഭൗതിക ശരീരമാണ് ഇന്ത്യയിൽ എത്തിക്കുന്നതിൽ വൈകുന്നത്. ചൊവ്വാഴ്ചക്കകം എത്തിക്കുമെന്നാണ് ഇപ്പോൾ ഇന്ത്യൻ എംബസി വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം അത് നേരിട്ട് 10 തമിഴ്നാട്ടിലേക്കുള്ള 10 സ്വദേശികളും തമിഴ്നാട് സ്വദേശികളെ ഭൗതിക ശരീരം കൂടിയുണ്ട്. അതിലെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിച്ചു വരികയാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു പ്രത്യേക വിമാനത്തിൽ ഈ ഭൗതിക ശരീരങ്ങൾ, ഇന്ത്യക്കാരുടെ ഭൗതിക ശരീരങ്ങൾ ഇന്ത്യയിൽ എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. അതേപോലെ തന്നെ ഈ ട്രിപ്പ് സ്പോൺസർ ചെയ്ത കമ്പനി അധികൃതരുമായിട്ടും എംബസി അധികാരികൾ ചർച്ച നടത്തുന്നുണ്ട്. എവിടെയാണ് ഭൗതിക ശരീരം എത്തിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചൊരു തീരുമാനമായിട്ട് ഡൽഹിയിൽ എത്തിക്കുക അല്ലെങ്കിൽ ചെന്നൈയിൽ ആണോ എത്തിക്കുന്നത് എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ഇപ്പോഴും എടുത്തിട്ടില്ല. ഏതായാലും ചൊവ്വാഴ്ചക്കകം തന്നെ ഭൗതിക ശരീരം മലയാളികളെ രണ്ട് കൊട്ടാരക്കര സ്വദേശികളുടെയും ഭൗതിക ശരീരം ചൊവ്വാഴ്ചക്കകം തന്നെ കേരളത്തിൽ എത്തിക്കുമെന്നാണ് ഇപ്പോൾ ഇന്ത്യൻ എംബസി അധികൃതർ ന്യൂസ് മലയാളത്തോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഗൗതം.